വല്ലാത്തൊരു കാത്തിരിപ്പാ. അവരെന്താ ഇനിയും തിരിച്ചു വരാത്തെ? നീ സങ്കടപ്പെടാതിരിക്കെ. അവര് വിനയനെയും കൊണ്ടേ വരൂ. ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു കൊടുക്കാതിരിക്കില്ല. എന്തൊരു ദുർഗതി ഈശ്വര. എനിക്ക് താലി കെട്ടി വലതുകാലി വെച്ച് വീട്ടിൽ കയറിയ ദിവസം തന്നെ ഭർത്താവിനെ പോലീസുകാർ കൊണ്ടുപോയി. ഈ ഒരൊറ്റ കാരണം മതി ഞാൻ ഇവരുടെ കണ്ണിലെ കരടായി മാറാൻ. ചന്തു ഇന്നിനി വീട്ടിലേക്ക് പൊയ്ക്കോ. നാളെ പകല് കാണാം നമുക്ക്. ആ, ഇടയ്ക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഏത് പാതിരാത്രി വിളിച്ചാലും ഞാൻ പറഞ്ഞെത്തിക്കോളാം. അറിയാം. ഇപ്പൊ നീ പൊയ്ക്കോ. ഇവിടെയുള്ളവരുടെ സങ്കടം നീ കൂടെ കാണണ്ട. അലക്സി എന്ത് പറഞ്ഞു മോളെ? മാഷേ, ഞങ്ങള് കാല് പിടിക്കും പോലെ പറഞ്ഞു നോക്കി. പക്ഷെ അവൻ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അവന് വിനയനോട് ഇത്രയും പക തോന്നാൻ എന്താ കാരണമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതറിഞ്ഞിരുന്നെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടാ മതിയായിരുന്നു. അല്ല രോഹിണി, ഷോപ്പിൽ നിന്ന് അലക്സിയും വിനയനും തമ്മിൽ എന്തിന്റെങ്കിലും പേരിൽ തർക്കം ഉണ്ടായതായി നിനക്കറിയാമോ? അല്ലെങ്കിൽ അലക്സിക്ക് ഇഷ്ടപ്പെടാത്തത് വല്ലതും വിനയൻ ചെയ്തതായിട്ട്? ഹേയ്, നമ്മുടെ ഷോപ്പ് അവന് സ്വന്തമാക്കാനുള്ള സൂത്ര അവനീ കാണിച്ചത്. ചതി, അത്ര തന്നെ. അതെ. ഇനി നാളെ സംസാരിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇതെന്താ, എല്ലാരും മൗനവ്രതത്തിലാണോ? ഇപ്പൊ ഇതൊരു മരിച്ച വീട് പോലെ ആയല്ലോ. ഇതെന്താണിപ്പോ എല്ലാരും പുറത്തിറങ്ങിയിരിക്കുന്നത്? അതെ, എനിക്ക് വിശക്കുന്നുണ്ട് അമ്മേ, കഴിക്കാൻ എന്തെങ്കിലും എടുത്തതാ. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയില്ലേ? വിശന്ന് വയറ് കത്തിയ മനുഷ്യൻ ഇങ്ങോട്ട് കയറി വന്നേ. അമ്മേ, എനിക്ക് വിശക്കുന്നെന്ന്. നിങ്ങൾക്ക് എന്താ ഇത്, ചെവി കേട്ടൂടെ? മതിയാക്കടി, അവളുടെ ഒരു വിശപ്പ്. ഇതുവരെ നിന്റെയൊക്കെ വിശപ്പ് മാറ്റിയവൻ ലോക്കപ്പിൽ കിടക്കുമ്പോ എങ്ങനെയാടി നിനക്കൊക്കെ ആഹാരം ഇറങ്ങുന്നേ? അവനെ എങ്ങനെ ഇറക്കിക്കൊണ്ടു വരുമെന്ന് ചിന്തിച്ചിട്ട് ഇവിടെ ആർക്കും ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങുന്നില്ല. നിനക്കതൊന്നും ഒരു പ്രശ്നേ അല്ല. നീ എന്താ ഈ കുടുംബത്തിലൊന്നും അല്ലേ? ഇന്ന് വരെ നിനക്ക് വേണ്ടതെല്ലാം ഒരു മുടക്കം കൂടാതെ ചെയ്തു തന്ന നിന്റെ ഏട്ടനല്ലേ അവിടെ ലോക്കപ്പിൽ കിടക്കുന്നത്? അതിന് ഏട്ടൻ എനിക്ക് മാത്രമല്ലല്ലോ ഒന്നും ചെയ്തു തന്നത്. എന്നേക്കാൾ കൂടുതൽ വിസ്മയ ചേച്ചിക്ക് ചെയ്തില്ലേ ഓരോന്നും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.